നമസ്കാരം സഹോദരി സഹോദരന്മാരെ. ഇന്നത്തെ വീഡിയോ വളരെ ഗൗരവമേറിയ ഒന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സമ്പാദിക്കുന്ന പണമോ പ്രശസ്തിയോ അല്ല, മറിച്ച് മറ്റുള്ളവർ നമുക്ക് നൽകുന്ന ബഹുമാനമാണ് നമ്മുടെ യഥാർത്ഥ സമ്പാദ്യം. ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്: ആത്മാവിനെ ബഹുമാനിക്കാത്തവനെ ലോകം ഒരിക്കലും ബഹുമാനിക്കില്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ചിലർ സംസാരിക്കുമ്പോൾ എല്ലാവരും നിശബ്ദരായി കേട്ടിരിക്കുന്നത്? എന്നാൽ നമ്മൾ എത്ര നല്ല കാര്യം പറഞ്ഞാലും എന്തുകൊണ്ടാണ് ആളുകൾ നമ്മെ പുച്ഛിക്കുന്നത്? ഇതിനു പിന്നിൽ ചില കാരണങ്ങളുണ്ട്. നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മൾ പോലും അറിയാതെ കടന്നുകൂടിയ ചില ശീലങ്ങളാണ് നമ്മുടെ വില ഇല്ലാതാക്കുന്നത്. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് മറ്റുള്ളവർക്ക് മുൻപിൽ നിങ്ങളുടെ മൂല്യം കുറയ്ക്കുന്ന 7 പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ വീഡിയോ വെറുമൊരു മോട്ടിവേഷൻ അല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ പാഠമാണ്. ഓരോ പോയിന്റും ശ്രദ്ധിച്ചു കേൾക്കുക. ഒന്നാമത്തെ കാര്യം, അമിതമായ സംസാരം. ലോകത്തിലെ ഏറ്റവും വലിയ ആയുധമാണ് മൗനം. ചാണക്യൻ പറയുന്നു, അധികം സംസാരിക്കുന്നവൻ തന്റെ ബുദ്ധിശൂന്യതയാണ് ലോകത്തിനു മുൻപിൽ വിളിച്ചു പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു സദസ്സിൽ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെ ആരും ഗൗരവമായി എടുക്കില്ല. അവർ പറയുന്ന കാര്യങ്ങളിൽ പകുതിയും അനാവശ്യമായിരിക്കും. നിങ്ങൾ എത്രത്തോളം കുറച്ചു സംസാരിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ വാക്കുകൾക്ക് വില കൂടും. ആവശ്യമുള്ളപ്പോൾ മാത്രം സംസാരിക്കുക. ഒരു വാക്കു പറയുന്നതിനു മുൻപ് 10 തവണ ചിന്തിക്കുക. നിങ്ങൾ നിശബ്ദനായിരിക്കുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. ഇയാൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന ആ ജിജ്ഞാസയാണ് നിങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വാക്കുകൾ വിലപിടിപ്പുള്ളതാക്കുക. അവ സൗജന്യമായി എല്ലാവർക്കും വിതരണം ചെയ്യരുത്. രണ്ടാമത്തെ തെറ്റ്, എപ്പോഴും എല്ലാവർക്കും ലഭ്യമാകുക. നമ്മൾ പലപ്പോഴും വിചാരിക്കും, എല്ലാവർക്കും വേണ്ടി എപ്പോഴും ഓടിയെത്തുന്നത് ഒരു നല്ല ഗുണമാണെന്ന്. എന്നാൽ മനഃശാസ്ത്രപരമായി ഇതിനൊരു മറുവശമുണ്ട്. എളുപ്പത്തിൽ ലഭിക്കുന്ന ഒന്നിനും മനുഷ്യൻ വില നൽകില്ല. ഒരു വജ്രത്തിന് എന്തുകൊണ്ടാണ് ഇത്രയും വില? കാരണം അത് അപൂർവമാണ്. വഴിയിൽ കിടക്കുന്ന കല്ലിന് ആരെങ്കിലും വില നൽകുമോ? അതുപോലെ തന്നെയാണ് നിങ്ങളുടെ സമയവും. മറ്റുള്ളവർ വിളിക്കുമ്പോഴെല്ലാം ഓടിച്ചെല്ലുന്നവൻ ഒരു ഓപ്ഷൻ മാത്രമായി മാറും. നിങ്ങളുടെ സ്വന്തം ലക്ഷ്യങ്ങൾക്കും ജോലികൾക്കും മുൻഗണന നൽകുക. മറ്റുള്ളവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും യെസ് പറയുന്ന സ്വഭാവം മാറ്റുക. ചിലപ്പോൾ നോ എന്ന് പറയുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും സ്വഭാവമഹിമയുമാണ് കാണിക്കുന്നത്. നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുക. മൂന്നാമത്തെ കാര്യം, സ്വന്തം രഹസ്യങ്ങൾ പങ്കുവയ്ക്കുക. ചാണക്യനീതിയിലെ ഏറ്റവും പ്രശസ്തമായ ഉപദേശമാണിത്. നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ ആരോടും പറയരുത്, അത് പ്രവർത്തിച്ചു കാണിക്കുക. നമ്മുടെ സങ്കടങ്ങളും പരാജയങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും സുഹൃത്തുക്കളോട് പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് താൽക്കാലികമായ ഒരാശ്വാസം ലഭിച്ചേക്കാം. എന്നാൽ ഓർക്കുക, ഇന്നത്തെ സുഹൃത്ത് നാളത്തെ ശത്രുവായേക്കാം. അന്ന് നിങ്ങൾ പറഞ്ഞ രഹസ്യങ്ങൾ അവർ നിങ്ങളെ തകർക്കാൻ ഉപയോഗിക്കും. അതുപോലെ നിങ്ങളുടെ വലിയ ലക്ഷ്യങ്ങൾ ആരോടും മുൻകൂട്ടി പറയരുത്. അത് കേൾക്കുന്നവർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയോ പരിഹസിക്കുകയോ ചെയ്യും. വിജയിച്ചു കഴിഞ്ഞാൽ ലോകം തനിയെ അറിഞ്ഞുകൊള്ളും. നിങ്ങളുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമാക്കരുത്. നാലാമത്തെ കാര്യം, എപ്പോഴും പരാതികൾ പറയുക. എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നവന്റെ കൂടെ നിൽക്കാൻ ആരും ആഗ്രഹിക്കില്ല. എനിക്ക് ഭാഗ്യമില്ല, എനിക്ക് ആരുമില്ല, എനിക്ക് പണമില്ല എന്നിങ്ങനെ പരാതികൾ പറയുന്നവർ മറ്റുള്ളവർക്ക് മുൻപിൽ ഒരു നെഗറ്റീവ് കഥാപാത്രമായി മാറും. സഹതാപം കൊണ്ട് ആരും നിങ്ങളെ ബഹുമാനിക്കില്ല. ആളുകൾ നിങ്ങളെ സഹായിച്ചേക്കാം, പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് വില നൽകില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിശബ്ദമായി നേരിടുക. സിംഹം മുറിവേറ്റാൽ അത് കാട് മുഴുവൻ അറിയിക്കാറില്ല. പകരം ഗുഹയിലിരുന്ന് മുറിവുണക്കി കൂടുതൽ ശക്തിയോടെ തിരിച്ചുവരും. ആ ഒരു മനോഭാവമാണ് നിങ്ങൾക്ക് വേണ്ടത്. പരാതികൾക്ക് പകരം പരിഹാരങ്ങളെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങൂ. അഞ്ചാമത്തെ കാര്യം, വിശ്വസ്തതയില്ലായ്മ. ഒരാളുടെ ബഹുമാനം ഇരിക്കുന്നത് അയാളുടെ വാക്കുകളിലാണ്. ഒരു കാര്യം ചെയ്യാമെന്നു പറഞ്ഞാൽ അത് ചെയ്തിരിക്കണം. പറഞ്ഞ സമയത്ത് എത്താതിരിക്കുക, വാഗ്ദാനങ്ങൾ ലംഘിക്കുക തുടങ്ങിയവ നിങ്ങളുടെ വ്യക്തിത്വത്തിന് വലിയ മങ്ങലേൽപ്പിക്കും. നിങ്ങൾ ഒരു വാക്കു നൽകിയാൽ അത് പാലിക്കാൻ ഏതറ്റം വരെയും പോകണം. അല്ലെങ്കിൽ വാക്ക് നൽകാതിരിക്കുക. ആളുകൾക്ക് നിങ്ങളെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് വന്നാൽ പിന്നെ
നിങ്ങൾ എന്ത് ചെയ്താലും അവർ നിങ്ങളെ ഗൗരവമായി കാണില്ല. ചാണക്യൻ പറയുന്നു, സത്യസന്ധതയില്ലാത്തവന്റെ കൂടെയുള്ള സൗഹൃദം വിഷം പോലെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ വാക്കിന് ഒരു മൂല്യം ഉണ്ടാക്കിയെടുക്കുക. ആറാമത്തെ കാര്യം, അശ്രദ്ധമായ രൂപം. പലരും പറയും ആളുകളെ അവരുടെ രൂപം നോക്കി വിലയിരുത്തരുത് എന്ന്. പക്ഷെ ലോകമെന്നും അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ വസ്ത്രധാരണവും നിങ്ങൾ എങ്ങനെ നടക്കുന്നു എന്നതും മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഘടകങ്ങളാണ്. വില കൂടിയ ബ്രാൻഡഡ് വസ്ത്രങ്ങൾ വേണമെന്നില്ല, പക്ഷെ വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക. സംസാരിക്കുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണുകളിൽ നോക്കി ആത്മവിശ്വാസത്തോടെ സംസാരിക്കുക. നിങ്ങളുടെ ശരീരഭാഷ പകുതി വിജയം നേടിത്തരും. നിങ്ങളെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? ഏഴാമത്തെയും അവസാനത്തെയും കാര്യം, സ്വയം താഴ്ത്തിക്കെട്ടുക. തമാശയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും നിങ്ങളെ തന്നെ മോശമായി പറയരുത്. മറ്റുള്ളവർക്ക് മുന്നിൽ നിങ്ങൾ നിങ്ങളെ എങ്ങനെ അവതരിപ്പിക്കുന്നുവോ അങ്ങനെയാകും അവർ നിങ്ങളെ കാണുന്നത്. ഈ പറഞ്ഞ 7 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് തിരുത്താൻ തുടങ്ങുക. ബഹുമാനമെന്നത് ചോദിച്ചു വാങ്ങേണ്ട ഒന്നല്ല, അത് നമ്മുടെ പ്രവൃത്തികളിലൂടെ നേടിയെടുക്കേണ്ടതാണ്. ചാണക്യന്റെ ഈ തന്ത്രങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ തീർച്ചയായും വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയൊരു മാറ്റമെങ്കിലും ഉണ്ടാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ ഏത് പോയിന്റാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാണക്യതന്ത്രങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. നന്ദി.